ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഡി എമ്മിന് ലെറ്റ്ഗോ പറഞ്ഞു, എന്നിട്ടും പ്രൊഫൈല് അതുപോലെ തന്നെ ലാസ്റ്റ് സീനൊക്കെ നോക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ അത് ചേസിങ് ആവുമെന്ന് കേട്ടോ. അപ്പോൾ ലെറ്റ് ഗോ എന്ന് പറയുന്നത് എളുപ്പം നമുക്ക് ജസ്റ്റ് വായ കൊണ്ട് പറയുന്നത് പോലെയല്ല. നമ്മുടെ മൈൻഡിൽ നിന്ന് അത് വാഷ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതൊരു മൈൻഡ് ലെവൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നോക്കുക, അതുപോലെ തന്നെ ലാസ്റ്റ് സീൻ നോക്കുക എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ലെവലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈഗോ കാരണം കൊണ്ടാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇങ്ങനെ വാച്ചിങ് ചെയ്യാനും നോക്കുന്നത്. അപ്പോൾ ഇതൊരു പ്യുവറായിട്ടുള്ളൊരു ചേസിങ് എനർജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ബട്ട് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ് ഒന്നും ഇതുവരെ പറഞ്ഞു തീർക്കാത്തതിൻ്റേതായിട്ടുള്ളൊരു പെയിനും ഉണ്ട്. അതായത് അൺഫിനിഷ്ഡ് ആണ് ഇമോഷൻസൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ഒരു ചേസിങ് എനർജി തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലൊരു ബാക്ക് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അത് ഫുൾ മൂൺ എനർജി ആണോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ട്രെസ്സ്, ആൻസൈറ്റി അതുപോലുള്ള ഇമോഷൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുമ്പോൾ നമുക്കൊരു ബോഡിയിലൊരു പെയിൻ ഉണ്ടാവും ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ചക്രയും നമ്മുടെ സോളാർ പ്ലെക്സ് ചക്രയും ഇൻബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ബോഡി പെയിൻ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. പിന്നെ ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ഈ ഒരു ബോഡി പെയിൻ ഇങ്ങനെ വരുന്നത് ഫുൾ മൂണിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുണ്ട്. കാരണം ഇത് ഏത് സ്റ്റേജിലാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇമോഷൻസ് ഇപ്പോഴും ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ചക്രാസ് ഹീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോഡി പെയിൻ നമുക്ക്, പ്രത്യേകിച്ചും ലോവർ ബാക്ക് പെയിൻ ഒക്കെ വരിക എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്ര, നമ്മുടെ സോളാർ പ്ലസ് ചക്രയൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്യാം. പിന്നെ ഫുൾ മൂണിൻ്റെ ഒരു എഫക്റ്റ് നല്ല രീതിയിലുണ്ട് കേട്ടോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡി എഫിൽ നിന്നൊരു ലോങ് സെപ്പറേഷൻ ആണെന്ന് ആകുമ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഡി എമ്മിൻ്റെ ഫീലിങ്സും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, അത്രയും ലോ എനർജിയിലാണ് ഈ ഡി എഫ് ഉള്ളത്. ഒന്ന് ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് വരിക, സെൽഫ് ഫോക്കസ്ഡ് ആവുക. ഇനി അതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. എത്ര വന്നാലും ഡി എം പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് കാണിച്ചാലും ഉള്ളിൽ ഭയങ്കര കൺഫ്യൂഷനും ഗിൽറ്റ് ഫീലിങ്സും അതുപോലെ തന്നെ ഒരു ലോൺലിനെസ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ബട്ട് അവരുടെ ഈഗോ കാരണം കൊണ്ട് ആ ഫീലിങ്സ് ഒന്നും അവർ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഡി എഫിനെ ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഭയമാണ് അവർക്ക് ഉണ്ടാവുക അതേ സമയത്തൊക്കെ. കാരണം അവരുടെ റെഡി അല്ല എന്നുള്ളത് അവരുടെ സോൾ അവരോട് തന്നെ പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു ഡൗട്ട് ഫീലിങ്സിലേക്കും സൈലൻസിലേക്കും പോകുന്നത്. മാത്രമല്ല അവരുടെ ആ ഒരു മൊത്തം ഒരു ശ്രദ്ധ അവരവരുടെ കരിയറിലേക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അവർ കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഉള്ളിൽ ഡി എഫ് സ്പെഷ്യലാണെന്നറിയാം, ബട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു കറേജൊന്നും അവർക്ക് അയച്ചിട്ടുണ്ടാവില്ല. എപ്പോഴാണ് ആക്ഷൻ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡി എഫ് ഹീലൊക്കെ ചെയ്ത് അവരുടെ ഡിവൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ഡി എഫ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് ഡി എഫിലേക്ക് എപ്പോഴാണ് കോൺസെൻട്രേഷൻ കൊടുക്കണേ അപ്പോൾ മാത്രമേ ഒരു ഡിവൈൻ മസ്കുലൈൻ അവയർനെസ് ഉണ്ടാവുള്ളൂ. അവരുടെ ഫസ്റ്റ് അവേക്കണിങ് സ്റ്റേജ് പോലും സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡി എം ആയിട്ട് ഓൾറെഡി കോണ്ടാക്റ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്നർ വർക്കിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ആ ഇന്നർ വർക്കൊക്കെ നല്ല അവെയർനെസ്സോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഒരു ഡി എമ്മിന് ലഭിക്കില്ലേ? സെപ്പറേഷൻ മസ്റ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും ഡി എമ്മിന് ഒരു അവെയർനെസ് കിട്ടും. കാരണം ആ ഒരു ഡി എഫ് അവരുടെ ഇന്നർ വർക്കിലേക്ക് കമ്മിറ്റഡായിട്ട് ചെയ്യുമ്പോൾ അതിന് എന്താണെങ്കിലും ഫലം ഉണ്ടായിരിക്കും. അതായത് കമ്മിറ്റഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ചേസിങ് നിർത്തിയിട്ടുണ്ടായിരിക്കും, സെൽഫ് റെസ്പെക്റ്റ് തന്നെത്താനെ ഉയർത്തിയിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇമോഷണലായിട്ടൊരു ഡിപ്പെൻഡൻസി വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വന്തം ഒരു ലൈഫിലേക്കായിരിക്കും ആ ഡി എഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് കോണ്ടാക്റ്റിൽ ഡി എം ഉള്ളപ്പോൾ ഈ ഒരു ഡി എഫ് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എനർജി ഷിഫ്റ്റ് എന്താണെങ്കിലും ഡി എമ്മിന് ഫീൽ ചെയ്യും. കോൺഷ്യസ് ആയിട്ട് പുറമേ കാണിച്ചില്ലെങ്കിലും അവരുടെ ഇന്നറിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ച്
ഉണ്ടാവും. അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കാൻ വെച്ചാൽ അവൾ വളരെയധികം മാറിയിട്ടുണ്ട്, ഡി എമ്മിന് ആ ഒരു റിയലൈസേഷൻ കിട്ടും. അപ്പോൾ ആ ഡി എമ്മിൻ്റെ ഭാഗത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതുമാത്രമല്ല അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഡി എഫിനോടുള്ളത് പുറത്തേക്ക് കാണിക്കാൻ തുടങ്ങും. നിങ്ങളിവിടെ ഹീൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഡി എമ്മിന് ഉണ്ടാകുന്ന പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അവയർനെസ് വരുന്നത് എന്ന് പറയുന്നത് ഡി എം എത്രത്തോളം അവേക്കൺ ആയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇനി അല്ലാതെ ഞാനൊരു എനർജറ്റിക് ലെവലിലേക്ക് പറയുമ്പോൾ ഒരു എന്താണെങ്കിലും ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഓൾമോസ്റ്റ് നെസസറി ആയിട്ടാണ് കണ്ടു വന്നിട്ടുള്ളത്. അതായത് ഒരു ഡിവൈൻ മാസ്കുലൈന് അവരുടെ ഒരു ഈഗോ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഒരു ടൈം എന്താണെങ്കിലും വരും. അപ്പോൾ അതിലേക്കൊക്കെ കടക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത്, ഇതിലേക്കൊക്കെ ഒന്ന് കടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ എപ്പോഴും അനിവാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളതും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു ജേണിയിലാണെങ്കിലും സെപ്പറേഷൻ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. സെപ്പറേഷൻ മസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ എത്രത്തോളം കർമ്മ ഈ ഒരു ഡി എഫിനും ഡി എമ്മിനും ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. കുറച്ച് ഹീലൊക്കെ ആയി മുന്നോട്ട് വന്നതിന് ശേഷം കോണ്ടാക്റ്റിൽ വരും ഡി എം. ആ സമയത്തും നമ്മൾ ഫുള്ളി ഹീലാവാത്തത് കൊണ്ട് ഡിവൈൻ ഫെമിനൈൻസ് ഹീലിങ്ങിലും ഇന്നർ വർക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഡി എം കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ മിണ്ടണം എന്നൊന്നുമില്ലെങ്കിലും അവർക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ടൈമിങ് എൻ്റെ പേഴ്സണൽ ജേണിയിലും ഉണ്ടായിട്ടുണ്ട്.